ജനസേവനത്തിന് എന്തിനാണ് അനുവാദം? ജനങ്ങൾ നൽകിയ അംഗീകാരത്തെക്കാൾ വലിയ എന്ത് രേഖയാണ് ഒരു ജനപ്രതിനിധിക്ക് വേണ്ടത്? തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ വിത്തുപാകിയ പെൺകരുത്തിനെ ചങ്ങലക്കിടാൻ നോക്കുന്നവർ ചരിത്രം പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കേവലം ഒരു മുറിക്ക് വേണ്ടിയുള്ള തർക്കമല്ല, ഇത് അന്തസ്സുള്ള രാഷ്ട്രീയത്തിന്റെ അതിജീവനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇടനാഴികളിൽ ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത് ഒരു പെൺകരുത്തിന്റെ ചടുലമായ ചുവടുവെപ്പുകളാണ്. ശാസ്തമംഗലത്തെ BJP കൗൺസിലർ R ശ്രീലേഖ എന്ന പേര് കേൾക്കുമ്പോൾ ഭരണകൂടത്തിന്റെ സിരകളിൽ ഭയം പടരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചെറിയ മുറിയിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി അവർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് വെറും ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാഫിയയ്ക്കുള്ള ശക്തമായ താക്കീതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ വമ്പിച്ച മുന്നേറ്റം ഇടതു കേന്ദ്രങ്ങളെ എത്രത്തോളം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീലേഖയ്ക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിചിത്രമായ പരാതികൾ. തന്റെ വാർഡിലെ ജനങ്ങൾക്ക് സേവനം നൽകാനായി സ്വന്തം വാർഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഒരു ചെറിയ ഇടം കണ്ടെത്തിയതിനെ അതിക്രമിച്ച് കയറ്റമെന്ന് വിശേഷിപ്പിക്കാൻ എത്രമാത്രം രാഷ്ട്രീയ പാപ്പരത്വം വേണം? ഇവിടെ പരാതിക്കാരനായി അവതരിച്ചിരിക്കുന്നത് ഒരു അഭിഭാഷകനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയക്കുന്നു, അത് മിന്നൽ വേഗത്തിൽ DGPക്ക് കൈമാറുന്നു. കൊലപാതകികളും അഴിമതിക്കാരും പിടിച്ചുപറിക്കാരും സ്വൈര്യവിഹാരം നടത്തുന്ന കേരളത്തിൽ ജനങ്ങളെ സേവിക്കാൻ മുറി തുറന്ന ഒരു ജനപ്രതിനിധിക്കെതിരെ കേസെടുക്കാൻ കാട്ടുന്ന ഈ ആവേശം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇത് വെറുമൊരു പരാതിയല്ല, മറിച്ച് തലസ്ഥാന നഗരിയിൽ BJP കരുത്താർജിക്കുന്നത് തടയാനായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നാടകമാണ്. CPMന്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല വാർഡുകളും ഇന്ന് താമര വിരിഞ്ഞ മണ്ണായി മാറിയിരിക്കുന്നു. ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് ജനപ്രതിനിധികളെ പൂട്ടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ നൽകിയ വോട്ട് ഒരു കടലാസ കഷ്ണമല്ലെന്നും അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്നും ശ്രീലേഖ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. VK പ്രശാന്ത് MLAയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം ഈ നാടകത്തിലെ ഏറ്റവും രസകരമായ അധ്യായമാണ്. തന്റെ വാർഡിലെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഒരു MLAയോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് എന്തോ വലിയ അപരാധമായിട്ടാണ് ചിലർ ചിത്രീകരിച്ചത്. എന്നാൽ ശ്രീലേഖയുടെ ആർജവമുള്ള ചോദ്യത്തിന് മുന്നിൽ പതറിയ MLA പെട്ടെന്ന് തന്നെ വർഷങ്ങളായുള്ള വാടക കുടിശ്ശിക അടച്ചു തീർത്തത് നമ്മൾ കണ്ടു. ചോദിക്കട്ടെ, ഒരു ജനപ്രതിനിധി വിരൽ ചൂണ്ടുന്നത് അത്രയും നേരം വരെ എന്തിനായിരുന്നു ആ കുടിശ്ശിക ബാക്കി വെച്ചിരുന്നത്? എല്ലാം കുത്തകയാണെന്നാണോ കരുതിയത്? നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പ്രസംഗിക്കുന്നവർ അധികാരത്തിന്റെ തണലിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയായിരുന്നു എന്ന് ഇതിലൂടെ വ്യക്തമല്ലേ? കൗൺസിലർക്ക് ഓഫീസിനായി സ്ഥലം അനുവദിക്കാത്തവർ MLAക്ക് വേണ്ടി വാടക നൽകാതെ പോലും കെട്ടിടം വിട്ടു നൽകുന്നു. ഇതാണോ നിങ്ങളുടെ സമത്വവും സോഷ്യലിസവും? ശ്രീലേഖ തന്റെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയപ്പോൾ മാത്രമാണ് നിയമങ്ങൾ പാലിക്കപ്പെടാനായി തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അടിച്ചമർത്താൻ നോക്കിയവർക്ക് മുന്നിൽ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി അവരെ പ്രതിരോധത്തിലാക്കാൻ ശ്രീലേഖയ്ക്ക് സാധിച്ചു എന്നത് അഭിനന്ദനാർഹമാണ്. 3.75 ചതുരശ്ര അടിയിലെ വിപ്ലവം, അതായത് മാലിന്യത്തിന് നടുവിലെ ഓഫീസ്, വെറും 70 മുതൽ 75 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള അഴുക്കിനും മാലിന്യത്തിനും നടുവിലുള്ള ഒരു ഇടുങ്ങിയ മുറി. ആഡംബര മോഹമുള്ളവർക്കും ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് ഫയലുകൾ ഒപ്പിടുന്നവർക്കും അവിടെ ഇരിക്കാൻ കഴിയില്ല. എന്നാൽ ആ ശ്രീലേഖ അവിടെയാണ് ജനസേവനം ആരംഭിച്ചത്. ഓർക്കണം, മുൻ IPS ഉദ്യോഗസ്ഥ കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ചൂണ്ടിക്കാട്ടിയ ശ്രീലേഖ കോർപ്പറേഷന് ശുചിത്വ നാടകങ്ങളുടെ മുഖംമൂടിയാണ് അഴിച്ചുമാറ്റിയത്. സ്മാർട്ട് സിറ്റി എന്ന് അവകാശപ്പെടുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കോർപ്പറേഷൻ ഓഫീസിന് ചുറ്റും ഇത്രയധികം മാലിന്യം കുന്നുകൂടണമെങ്കിൽ ഭരണാധികാരികൾ എത്രത്തോളം അനാസ്ഥ കാണിച്ചു എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാം. ആര്യയുടെ കാര്യമൊന്നും ഇനി പറയാൻ വയ്യ കേട്ടോ. ആത്മാർത്ഥതയുള്ള ജനസേവകർക്ക് എവിടെയും പ്രവർത്തിക്കാം. ഈ വാക്കുകൾ അഹങ്കാരമല്ല, മറിച്ച് കർമ്മശേഷിയുള്ള ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസമാണ്. സൗകര്യങ്ങളല്ല, സേവന സന്നദ്ധതയാണ് പ്രധാനമെന്ന് അവർ തെളിയിച്ചു. ഓഫീസ് തുറന്ന ആദ്യ ദിവസം തന്നെ ജനങ്ങൾ ഒഴുകിയെത്തിയത് അവർക്ക് ജനമനസ്സുള്ള സ്വാധീനത്തിന്റെ തെളിവാണ്. ഈ ജനപിന്തുണയാണ് യഥാർത്ഥത്തിൽ LDF നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത്. ഈ കുടുസുമുറിയിൽ തന്നെ ഇരുന്നു കൊണ്ട് അവർ ശാസ്തമംഗലത്തെ ജനങ്ങളുടെ പരാതികൾ കേട്ടു. ഒരു കസേരയും ചെറിയൊരു മേശയും മാത്രമുള്ള ആ ഇടം ഇന്ന് തിരുവനന്തപുരത്തെ പോരാട്ട വീര്യത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തത് മുതൽ തുടങ്ങിയതാണ് ഈ പകപോക്കൽ. ജനങ്ങൾ BJPയെ സ്നേഹിക്കുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ BJP കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, അവർക്ക് അർഹമായ ഫണ്ടുകളൊക്കെ തടഞ്ഞു വെക്കുക, ഓഫീസ് സൗകര്യങ്ങൾ നിഷേധിക്കുക എന്നത് ഒരു നയമായി അവർ സ്വീകരിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ നിലവാരമില്ലാത്ത പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്. ശ്രീലേഖയെ ഒരു വ്യക്തി എന്ന നിലയിൽ കടന്നാക്രമിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടാനും അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചളിയിൽ വീഴും തോറും കൂടുതൽ കരുത്തോടെ ഉദിച്ചുയരുന്ന താമരയെ പോലെ അവർ ഓരോ കടന്നാക്രമണത്തെയും അതിജീവിക്കുകയാണ്.
ശ്രീലേഖയെ പോലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ള ഒരു സ്ത്രീയെ തളയ്ക്കാനായി പോലീസ് കേസുകളോ അല്ലെങ്കിൽ കോടതി നടപടികളോ ഒക്കെ മതിയെന്ന് കരുതുന്നവർക്ക് തെറ്റുകയാണ് ഇവിടെ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധിക്ക് തന്റെ വാർഡിലെ സർക്കാർ കെട്ടിടത്തിൽ പ്രവേശിക്കാൻ ആരുടെയും അനുമതി പത്രം ആവശ്യമില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ അവകാശികൾ ജനങ്ങളാണ്, അല്ലാതെ ചില പാർട്ടിക്കാരല്ല. പിന്നെ നിയമോപദേശത്തിന്റെ മറവിൽ ഒളിച്ചോടുന്നവർ പോലീസിന്റെ തന്നെ ഉന്നതർക്ക് ഈ കേസ് നിലനിൽക്കില്ലെന്ന അഭിപ്രായമുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമായി കാണേണ്ട കാര്യത്തെ ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കൗൺസിലർ അതിക്രമിച്ചു കയറി എന്ന് പറയാൻ അവർക്ക് എങ്ങനെ സാധിക്കും? സ്വന്തം വീട്ടിൽ കയറാൻ ആരെങ്കിലും അനുവാദം ചോദിക്കുമോ? നിയമോപദേശം തേടുന്നത് സമയം നീട്ടിക്കൊണ്ടു പോകാനും ശ്രീലേഖയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനും മാത്രമാണ്. എന്നാൽ പതറാത്ത മനസ്സുമായി മുന്നോട്ടു പോകുന്നൊരു അഗ്നിപുത്രിയെ തളയ്ക്കാൻ ഈ പഴയകാല തന്ത്രങ്ങൾ പോരാതെ വരും. നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് ജനസേവനത്തെ തടയാൻ നോക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നവർ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. വരാനിരിക്കുന്ന നിയമസഭ അതിനുള്ള ഉത്തരമായിരിക്കും. ആ ശ്രീലേഖ വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, മറിച്ച് ഇന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രചോദനമാണ്. പുരുഷാധിപത്യം നിറഞ്ഞ രാഷ്ട്രീയ ലോകത്ത്, അതും കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ഉറച്ച നിലപാടുമായി നിൽക്കുക എന്നത് എളുപ്പമല്ല. ഭാരതാംബയുടെ ചിത്രം വെച്ച് പ്രവർത്തനം ആരംഭിച്ചതിലൂടെ തന്റെ സംസ്കാരത്തിലും വിശ്വാസത്തിലും താൻ ഉറച്ചു നിൽക്കുന്നു എന്നവർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഒരു സ്ത്രീക്ക് എങ്ങനെ ഭരണ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാമെന്നും ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പോരാടാമെന്നും അവർ കാണിച്ചു തരുന്നു. അവരുടെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും ഭരണകൂടത്തിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടുന്ന മൂർച്ചയുള്ള അമ്പുകളാണ്. ഈ പ്രശ്നം ശാസ്തമംഗലത്ത് മാത്രം ഒതുങ്ങുന്നതുമല്ല. ഇത് കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയക്കാർ നേരിടുന്ന അവഗണനയുടെ പ്രതിഫലനമാണ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിലുള്ള മറുപടിയാണ് ശ്രീലേഖയുടെ മുന്നേറ്റം. CPM നേതാക്കളുടെ നിലവാരമില്ലാത്ത പരിഹാസങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മറുപടി നൽകേണ്ടത് പ്രവൃത്തിയിലൂടെയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഭരണയന്ത്രം ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെ ധീരമായി നേരിടുന്ന ശ്രീലേഖ കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സ്ത്രീരൂപമായി മാറുകയാണ്. ഒരു കൗൺസിലറെ ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെടേണ്ടി വരുന്നു എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ എത്രമാത്രം ഭരണകൂടത്തെ വിറപ്പിക്കുന്നു എന്ന്. മുൻ IPS കാരിയല്ലേ, അത്ഭുതപ്പെടാനൊന്നുമില്ല. ശാസ്തമംഗലത്തെ മാലിന്യ കൂമ്പാരങ്ങളെ കുറിച്ച് അവർ പങ്കുവച്ച വീഡിയോകൾ മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പരാജയമാണ് വിളിച്ചു പറയുന്നത്. അഴുക്കിനെ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവർക്ക് ആദ്യം നേരിടേണ്ടി വരുന്നത് ആ അഴുക്കിന്റെ നാറ്റമായിരിക്കും. ഇവിടെ ശാസ്തമംഗലത്തെ മാലിന്യവും ഇടത് രാഷ്ട്രീയത്തിന്റെ ജീർണതയും ഒരുപോലെ തുടച്ചു നീക്കാൻ ശ്രീലേഖയ്ക്ക് കഴിയട്ടെ. അധികാരം ശാശ്വതമല്ലെന്നും ജനഹിതമാണ് പരമപ്രധാനമെന്നും ഭരണകൂടം വൈകാതെ മനസ്സിലാക്കും. ആ ശ്രീലേഖ ഉയർത്തുന്ന വെല്ലുവിളി ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് അനീതിക്കെതിരെ പോരാടുന്ന ഒരു ജനതയുടേതാണ്. ഈ പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കല്ല. സത്യത്തിനൊപ്പം നിൽക്കുന്ന ഓരോരുത്തരും അവർക്കൊപ്പമുണ്ട്. BJPയുടെ വളർച്ചയിൽ പരിഭ്രാന്തരായവർക്ക് ഇനിയും പല നാടകങ്ങളും ആടേണ്ടി വരും. എന്നാൽ ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നുണ്ട്, എല്ലാം കാണുന്നുമുണ്ട്. ഈ പോരാട്ടത്തിൽ സത്യമേ ജയിക്കൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.